നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 ഇന്ത്യക്കാർക്ക് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഭാര്യമാർ ദോഹയിലെത്തി. ഡിസംബർ 18-ന് ഖത്തർ ദേശീയ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നിരവധി തടവുകാർക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു. മാപ്പ് ലഭിച്ചവരുടെ പട്ടികയിൽ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദേശീയ ദിനത്തിന് 4 ദിവസം മുൻപാണ് പൊതുമാപ്പ് പ്രഖ്യാപനം വന്നത്. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ അധികൃതർ മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. കേസിൽ അടുത്ത വാദം കേൾക്കൽ ഡിസംബർ 28-ലേക്ക് നിശ്ചയിച്ചിട്ടുമുണ്ട്. തിങ്കളാഴ്ച ഖത്തർ അമീറിനും മറ്റ് ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും എസ് ജയശങ്കർ ദേശീയ ദിന ആശംസകൾ നേർന്നിരുന്നു. കുടുംബാംഗങ്ങൾക്കിടയിൽ കുറച്ചുകാലമായി ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നും ഡിസംബർ 10-ന് അവർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ ഈ പ്രതീക്ഷ വർദ്ധിച്ചുവെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. സമീപകാലത്തായി കാര്യങ്ങൾ കുറേയേറെ മെച്ചപ്പെട്ടു. 4ാമത്തെ കോൺസുലാർ സന്ദർശനം അനുവദിക്കപ്പെട്ടു. തടവുകാർക്ക് ജിംനേഷ്യം, അതുപോലെ ടെന്നീസ്, ബാഡ്മിന്റൺ തുടങ്ങിയ ഔട്ട്ഡോർ സ്പോർട്സും ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ദോഹയിലുള്ള അവരുടെ ഭാര്യമാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങാനായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. പൊതുമാപ്പ് നൽകിയവരിൽ ഈ 8 ഇന്ത്യക്കാരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ, കമാൻഡർ പൂർണേന്ദു തിവാരി, ക്യാപ്റ്റൻ വീരേന്ദ്ര കുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പഗല, കമാൻഡർ രാജീവ് ഗുപ്ത, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ എന്നിവരാണ് 2022 ഓഗസ്റ്റ് 30 മുതൽ ഖത്തർ ജയിലിൽ കഴിയുന്ന 8 മുൻ ഇന്ത്യൻ നാവികസേനാംഗങ്ങൾ. കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് വധശിക്ഷ ഇവർക്ക് വിധിച്ചത്. ദോഹയിൽ അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യവെയാണ് ഇവർ അറസ്റ്റിലായത്. സൈനിക പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണിത്. വധശിക്ഷ വിധിച്ചതിന്റെ കാരണം ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിമുക്ത ഭടന്മാരുടെ മോചനത്തിനായി നിയമപരവും അതുപോലെ നയതന്ത്രപരവുമായ എല്ലാ വഴികളും തേടുമെന്ന കേന്ദ്ര സർക്കാർ ഇവരുടെ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ ഈ മാസം 2-ന് ദുബായിൽ COP28 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധങ്ങളും ഖത്തറിലെ ഇന്ത്യക്കാരുടെ ക്ഷേമവും ചർച്ചാ വിഷയമായെന്ന് മോദി അറിയിച്ചതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ പ്രസ്താവനയോടെ വിമുക്ത ഭടന്മാരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.